നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 17, 18 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 16 രാത്രി 10:46 PM മുതൽ മെയ് 18 രാത്രി 10:04 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത്. ആദ്യം ഭാഗ്യ നിറങ്ങൾ പറയാം. 17-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, 18-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. ബ്രഹ്മമുഹൂർത്തം 17, 18 തീയതികളിൽ രാവിലെ 4:30 AM മുതൽ രാവിലെ 5:18 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 17, 18 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തം 17, 18 തീയതികളിൽ രാവിലെ 11:53 AM മുതൽ ഉച്ചയ്ക്ക് 12:43 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 17, 18 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 17-ാം തീയതി രാഹുകാലം വൈകിട്ട് 4:57 PM മുതൽ വൈകിട്ട് 6:30 PM വരെയാണ് 17-ാം തീയതി രാഹുകാലം. 18-ാം തീയതി 7:39 AM മുതൽ രാവിലെ 9:12 AM വരെയാണ് 18-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 17-5-2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 7, 1, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 18-5-2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 1, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലങ്ങൾ നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. സർവ്വവിധ സൗഭാഗ്യം, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും പൊതുവെ ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ജൂൺ 2 മുതൽ 1 വർഷത്തേക്ക് വ്യാഴം അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും 1 വർഷം, ഏതാണ്ട് ഇനി ഏകദേശം ഒരു 12 മാസം ഇവർക്ക് നേട്ടങ്ങളാണ്. പക്ഷെ അതിനു മുൻപ് ഇവിടെ ഈ ദിവസങ്ങളിൽ ഇവർക്ക് 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരുന്നു, ചന്ദ്രൻ ഉൾപ്പെടെ. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ജൂൺ 2 മുതലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 5 ഗ്രഹങ്ങൾ, വ്യാഴം, ശനി, ചന്ദ്രൻ, ബുധൻ, സൂര്യൻ, ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ശാരീരിക മാനസിക
അസ്വസ്ഥതകളുണ്ടാവാം. ഇവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഈ 2 ദിവസം 17, 18 തീയതികളിൽ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല. മെച്ചപ്പെട്ട ദിവസങ്ങൾ ഇനി പോകുന്നതേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും. എങ്കിലും അത്ര നല്ല ദിവസങ്ങളല്ല മിഥുനം രാശിക്ക്. ഇനി കർക്കിടക രാശി, പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കർക്കിടക രാശിയുടെ സമയമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഈ സൂര്യനും ബുധനും ഇപ്പോൾ 11ാം ഭാവത്തിലാണ്. അതിനി 12ാം ഭാവത്തിലും ജന്മത്തിലും വരാൻ പോകുന്നത്. അതൊക്കെ പ്രതികൂലമാണ്. എന്തായാലും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പ്രതികൂലമായിട്ട് വ്യാഴമുണ്ട്, സർപ്പമുണ്ട്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം. അത് ഇവിടെ 11ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുകൊണ്ടാണ് പറയുന്നത്. അത് ഈ ഇടവമാസം മുഴുവൻ കർക്കിടക രാശിക്ക് തൊഴിൽപരമായിട്ടുള്ള വിജയം പ്രതീക്ഷിക്കാം. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാം. കർമ്മരംഗത്ത് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കാൻ പറ്റും. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. കുറച്ച് കാലത്തിന് ശേഷം ചിങ്ങം രാശിക്ക് ഗുണാധിക്യം വരികയാണ്. അത് ഇവിടെ 11ാം ഭാവത്തിൽ ശുക്രനും വ്യാഴവും നിൽക്കുന്നു. ഓക്കെ, 10ാം ഭാവത്തിലാണ് ചന്ദ്രൻ, ബുധൻ, സൂര്യൻ. അപ്പോൾ ഇതെല്ലാം അനുകൂലമാണ്. അത് കൂടാതെ ഇനിയിപ്പോൾ 18ാം തീയതി കഴിഞ്ഞ് 19ഉം 20ഉം ഇവർക്ക് ചന്ദ്രനും ശുക്രനും വ്യാഴവും കൂടിയൊക്കെ എല്ലാം കൂടെ ചേർന്ന് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരാൻ പോവുകയാണ്. അവരുടെ സംസ്ഥാന സമ്മേളനം അവിടെ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചിങ്ങം രാശിയുടെ 11ാം ഭാവത്തിൽ. അപ്പോൾ ഗജകേസരി യോഗമൊക്കെ വന്ന് അടിപൊളിയായിട്ടുള്ള ദിവസങ്ങളാണ് 19ഉം 20ഉം. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് 17ഉം 18ഉമാണ്. ഈ 19ഉം 20ഉം പരമാവധി നേട്ടങ്ങൾ വരാൻ പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു പ്രത്യേകം വീഡിയോ ചെയ്തിരുന്നു. ദയവായി അത് കാണാൻ ശ്രമിക്കുക. ചിങ്ങം രാശിക്ക് ജൂൺ 2 മുതൽ വ്യാഴം പ്രതികൂലമാവുന്നു. പക്ഷേ അതിനു മുമ്പ് വീണ് കിട്ടുന്ന നല്ല ദിവസങ്ങളാണ് ഇവർക്ക്. കാര്യമായ പ്രതികൂല അവസ്ഥ ഉള്ള ഗ്രഹങ്ങളുടെ എണ്ണം വളരെയധികം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും അഷ്ടമശനി തുടരുകയാണ്. അപ്പോൾ ശനിയാഴ്ച നമ്മൾ വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠകളുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഇടവം, മിഥുനം മാസങ്ങളിൽ മുഴുവൻ ഉണ്ടാവും. പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ, ഇവയൊക്കെ ഉണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരം ഉണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം. ഇവ
ചിങ്ങം രാശിക്ക് പ്രതീക്ഷിക്കാം. 17, 18 തീയതികളിൽ മാത്രമല്ല 19, 20 തീയതികളിലും. ഓക്കെ. ഇനി കന്നി രാശി. ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് അത്ര വലിയ മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല, ഒരു സാധാരണ ദിവസങ്ങൾ പോലെ പോകുമെങ്കിലും ഭാഗ്യപരീക്ഷങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട്. പൊതുവെ 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. കന്യാരാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും ചന്ദ്രൻ പ്രതികൂലമാണ്. അഷ്ടമത്തിലാണ് ചന്ദ്രൻ. ഓക്കെ. അപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നു. സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. പൊതുവെ തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ഞായറാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഒരു നല്ല കാലം ആരംഭിക്കാൻ ഇനി ജൂൺ 2 വരെ കാത്തു നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കാം. വൃശ്ചികം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. പ്രധാനമായിട്ടും പറയുന്നത് ശനി മാത്രമേ ഉള്ളൂ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. കണ്ടക ശനിയാണ്. ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതം എടുത്ത് ഇവർക്ക് ഇടവ മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം ഇവ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ സർവ്വവിധ ഏത് കാര്യത്തിനും ഒരു ഭാഗ്യ അനുഭവം പ്രതീക്ഷിക്കാം. പൊതുവെ ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ശനി ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ ഒരു വിജയ സാധ്യത എല്ലാ കാര്യത്തിനും ഉണ്ടാവുമെങ്കിലും ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ മകരം രാശിക്ക് പറയുന്നത്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, നിയമപരമായ കാര്യങ്ങളിൽ നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്,
തീർത്ഥയാത്രകൾക്ക് അവസരമൊരുങ്ങും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനം പൊതുവേ ഉണ്ടാവും. എങ്കിലും ഇവർക്ക് 7 ശനി തുടരുകയാണ്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ജന്മശനിയായതിനാൽ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഇടവ മാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ കലാസാഹിത്യ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങളുണ്ടാവും. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.